ആൺകുട്ടികളാണെങ്കിൽ 2 വയസ്സ്, ആൺകുട്ടികൾക്ക് 2 വയസ്സ് വരെ മാത്രം പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പാലുകുടി നിർത്തുക. പാലുകുടി 2 വയസ്സിനേക്കാൾ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഈ 2 വയസ്സിനേക്കാൾ കൂടുതൽ ഉമ്മമാര് പാല് കൊടുത്താൽ എന്താ പ്രശ്നം? മുലപ്പാല് കൊടുത്താൽ സ്ത്രൈണ സ്വഭാവം ഉണ്ടാകും, ഒരു പെൺകോന്തനാവും. പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു ആണത്തം വേണ്ട, ഒരു പൗരുഷം വേണ്ടേ, അതില്ലാതാകുന്നതാണ്. അത് ശ്രദ്ധിക്കാം. രണ്ടാമത്തേത്, ആൺകുട്ടികൾക്ക് 2 വയസ്സ് കഴിഞ്ഞാൽ സ്വർണ്ണ ആഭരണങ്ങൾ ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ടാൽ അത് കുറ്റക്കാര് ആരാകും? മാതാപിതാക്കളാകും. പെൺകുട്ടികൾക്ക് ഇടാം, ആഭരണം ഇടാം, സ്വർണ്ണാഭരണം ഏത് വയസ്സ് വരെ ഇടാം, എത്ര ആഭരണം ഇടാം. പക്ഷെ ആൺകുട്ടികൾക്ക് 2 വയസ്സ് വരെയാണ് സ്വർണത്തിന്റെ മാല, അതുപോലെ തന്നെ വള, അതുപോലെ പാദസരം, അതുപോലെ തന്നെ ഈ അരഞ്ഞാനം ഒക്കെ ഇടാൻ പറ്റുക. അതിന്റെ അപ്പുറത്തേക്ക് ആൺകുട്ടികൾക്ക് സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഇടാൻ പാടില്ല. ഇന്ന് പല കുട്ടികളും ഇടുന്നുണ്ട്. ആ കുട്ടികളുടെ പ്രശ്നമല്ല, അതാ ഇടുന്ന ചിലപ്പോ ഉമ്മ, വാപ്പ, വല്ലുമ്മ, അവരും ചില ഭയങ്കര കാശ് കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇച്ചിരി അഹങ്കാരം കൂടും. ആ കുട്ടി അങ്ങനെ ഇരിക്കട്ടെ, അതിപ്പോ എന്താ, ഇസ്ലാമൊക്കെ അങ്ങനെ പറയും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്റെ കൂട്ടത്തിൽ എന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത്, അവനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. പക്ഷെ എന്തോ ഒരു പരിപാടിക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അല്പം മുതിർന്നൊരു കുട്ടി, ഒരു 3-4-5 വയസ്സുണ്ടാകും. ആ കുട്ടി കഴുത്തിലും കയ്യിലും ഒക്കെ, ആൺകുട്ടിയാണ്, സ്വർണ്ണ വളയും അതുപോലെ മാലയൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അടുത്തുള്ള അവന്റെ വാപ്പയോട് ചോദിച്ചു, ഇത് കുട്ടിക്ക് 5 വയസ്സ് കഴിഞ്ഞല്ലേ, ഇങ്ങനെ ഇടാൻ പാടില്ല, നമുക്ക് തെറ്റല്ലേ? അപ്പൊ കുട്ടിയുടെ വാപ്പക്ക് കുഴപ്പമില്ല, വല്ലുപ്പ വന്നിട്ട് ഭയങ്കര ആ ഉസ്താദിനോട്, ആളുകളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ആ ഉസ്താദിനോട് ചൂടായെന്നാണ് ഷൗട്ട് ചെയ്തു. നിങ്ങൾക്ക് എന്താണ് ഓരോ നിയമമൊക്കെ ആയിട്ട് വരും? ഇത് നമ്മൾ ഉണ്ടാക്കിയ നിയമമാണോ? പടച്ചോൻ പറഞ്ഞ നിയമമല്ലേ? അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ പിന്നെ എന്ത് മനുഷ്യനാണോ?